എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ മതി. സ്തോത്രം. നമ്മൾ ഒത്തിരി വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ ദൈവം നിയമിച്ചു വച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ എന്താണ്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, ദൈവം സ്നേഹവാനല്ലേ, പിന്നെ ആ ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിയുമോ എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വായിക്കാം. അവനിൽ വിശ്വസിക്കുന്നവന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് എന്തില്ല? ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്താ ന്യായവിധിക്കുള്ള കാരണം? യേശു ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന്റെ ഫലമായി എന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്റെ രക്ഷകനായി, കർത്താവായി നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ദൈവം ന്യായവിധി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആമേൻ, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി ഏറ്റവും അടുത്തായി സംഭവിക്കുവാൻ പോകുന്നത്, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ സംഭവിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന, തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു കർത്താവ് പാപം കൂടാതെ രണ്ടാമതും മടങ്ങി വരും എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യനായി ജനിച്ചവർ ഒരു ദിവസം മരിക്കും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. മരണം നിശ്ചയമായിരിക്കുന്നത് പോലെ സകല മനുഷ്യർക്കും ന്യായവിധിയെയും ദൈവം നിശ്ചയമായും ഉറപ്പിച്ചിരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നത്, ഇനി ശേഷിക്കുന്ന പ്രധാനമായ 3 വിധമായ ന്യായവിധികളുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, അതിനുശേഷം അതിനോട് ചേർന്ന് നടക്കേണ്ടതായ കാര്യാദികളാണ്. സ്തോത്രം. അത് ഒന്നാമതായി ക്രിസ്തുവിന്റെ ന്യായാസനം, 2 തേജസ്സിന്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനം. ഇങ്ങനെ 3 വിധ സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തെ അല്ലെങ്കിൽ മാനവരാശിയെ ന്യായം വിധിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ ഈ ലോകത്തെ അവൻ ന്യായം വിധിക്കും. സകല ജാതികളെയും യേശു ക്രിസ്തു ന്യായം വിധിക്കും. യഹൂദ ജാതിയെ യേശു കർത്താവ് ന്യായം വിധിക്കും. അതുപോലെ തന്നെ സകല ദൈവമക്കളെയും ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ 3 വിധമായ സിംഹാസനങ്ങളെ ഞാൻ പറയുവാൻ തക്കവണ്ണമിടയായി. ക്രിസ്തുവിന്റെ ന്യായാസനം, തേജസ്സിന്റെ സിംഹാസനം, വെള്ള സിംഹാസനം. ഈ 3 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് 3 തരത്തിലുള്ള ന്യായവിധികൾ യേശു കർത്താവ് നടത്തുന്നത്. ന്യായാധിപൻ യേശു കർത്താവാണ്. കാരണം യോഹന്നാൻ 5:22 വായിക്കുമ്പോൾ, പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല, ന്യായവിധിയെല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെ, ഈ ഭൂമിയിൽ
മനുഷ്യർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അവരെ ന്യായം വിധിക്കുവാനും അവരെ ശിക്ഷിക്കുവാനും ന്യായം നടത്തിക്കൊടുക്കുവാനും ഒക്കെ നീതി ന്യായ കോടതികളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെ? ആർക്കും ഇവിടെ തെറ്റ് ചെയ്താൽ ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. അവർ ചെയ്യുന്ന തെറ്റിനൊത്തവണ്ണം ഒരുപക്ഷെ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെട്ടില്ല എങ്കിലും ആരെങ്കിലും ഒരാൾ തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതാണ് ഈ ലോകത്തിന്റെ നീതി ന്യായം എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ യേശു ക്രിസ്തു ഇരിക്കുന്ന, അല്ലെങ്കിൽ ന്യായം വിധിക്കുവാനായി യേശു ക്രിസ്തു ഇരിക്കുന്നത് സിംഹാസനത്തിലാണ് എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള നീതിന്യായ പീഠങ്ങളിൽ ജഡ്ജിയാണല്ലോ ന്യായവിധി നടപ്പാക്കുന്നത്. ഈ ജഡ്ജി ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിന് സിംഹാസനം എന്നല്ല പറയപ്പെടുന്നത്, പിന്നെ അതിന് പറയുന്ന പേര് ബെഞ്ച് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെയുള്ള ജഡ്ജിമാർ ഇരിക്കുന്ന ആസനത്തിന് പറയുന്ന പേരെന്താണ്? ബെഞ്ച് എന്നാണ്. എന്തുകൊണ്ടാണ് ബെഞ്ച് എന്ന് പറയുന്നത്, സിംഹാസനം എന്ന് പറയാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ക്രിമിനൽ കേസ് ആദ്യം ഫയൽ ചെയ്യുന്നത് എവിടെയെന്നറിയാമോ നിങ്ങൾക്ക്? മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരുവനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സെക്ഷൻ കോടതിക്ക് അവന്റെ ശിക്ഷയെ ഇളവ് വരുത്തുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇനി ഈ സെക്ഷൻ കോടതിയാണ് അവനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അവനെ ഹൈക്കോടതിക്ക് അവന്റെ ശിക്ഷയെ അസ്ഥിരപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇനി ഹൈക്കോടതിയാണ് ഒരുവനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അവന്റെ ശിക്ഷ എന്ത് ചെയ്യാൻ പറ്റും? അസ്ഥിരപ്പെടുത്തുവാനായിട്ട് കഴിയും. അവന്റെ ശിക്ഷ ഇളവ് വരുത്തുവാനായിട്ട് കഴിയും. ഇനി സുപ്രീം കോടതിയാണ് ഒരുവനെ ശിക്ഷയ്ക്ക് വിധിച്ചാൽ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന് ദയാഹർജി മുഖാന്തിരം അവന് എന്ത് ചെയ്യാൻ കഴിയും? ആ ശിക്ഷയിൽ നിന്നും അവന് ഇളവ് വരുത്തുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ നീതിപീഠങ്ങളിൽ നീതിന്യായ കോടതികളിൽ വിധിക്കപ്പെടുന്ന ശിക്ഷാവിധികൾക്ക് ഇളവ് വരുത്തുവാൻ കഴിയും. അത് സ്ഥിരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ അസ്ഥിരപ്പെടുത്തുവാൻ കഴിയും. ഇവിടത്തെ ജഡ്ജിമാർ ന്യായം വിധിക്കുന്ന ന്യായവിധികളെ കീഴ്ക്കോടതി വിധിച്ചാൽ അതിനെ മേൽക്കോടതിക്ക് അതിനെ അസ്ഥിരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഇവിടത്തെ ന്യായാധിപന്മാർ ഇരിക്കുന്നത് സിംഹാസനത്തിലല്ല, അവർ ഇരിക്കുന്നത് ബെഞ്ച് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ അധികാരം പ്രാപിച്ച ന്യായാധിപനാകുന്ന യേശു ക്രിസ്തു ഇരിക്കുന്നത് സ്തോത്രം ബെഞ്ചിലല്ല, അവൻ ന്യായവിധിക്കിരിക്കുന്നത് സിംഹാസനത്തിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു വിധിക്കുന്ന വിധി ആർക്കും അസ്ഥിരപ്പെടുത്തുവാൻ കഴിയുകയില്ല. അത് നിത്യമായ വിധിയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശു ക്രിസ്തു വിധിക്കുന്ന വിധി ഒരിക്കലായിട്ടുള്ള വിധിയാണ്. ഒരു വിധി പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ആ വിധിയെ അസ്ഥിരപ്പെടുത്തുവാൻ ഈ ലോകത്തിലുള്ള ഒരാൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് നിത്യമായ വിധിയായതുകൊണ്ടാണ് യേശു കർത്താവ് ന്യായാസനത്തിന് സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണമിടയായത്. യേശു ക്രിസ്തു വിധികളെ അസ്ഥിരപ്പെടുത്തുവാൻ ആർക്കും ആരുടെ മധ്യസ്ഥത കൊണ്ട് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു ജാതികളെ മാത്രമല്ല, ഈ ലോകത്തെ മാത്രമല്ല, രക്ഷിക്കപ്പെടാത്തവരെ മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ദൈവമക്കളെ നമ്മെയും ന്യായം വിധിക്കേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തില് യേശു കർത്താവ് ഇരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. ഇന്നവൻ കൃപാസനത്തിൽ ഇരിക്കുന്നു, ഇന്ന് യേശു കരുണാസനത്തിൽ ഇരിക്കുന്നു. തനിക്കായി അടുത്തു വരുന്ന സകല മാനവരാശിക്കും പക്ഷപാതം ചെയ്യുവാനാ അവൻ കൃപാസനത്തിൽ ഇരുന്ന് കൃപ കാണിക്കുമ്പോ അവൻ ഈ കൃപാസനത്തിൽ നിന്ന്, ഈ കരുണാസനത്തിൽ നിന്ന് ന്യായാസനത്തിലേക്ക് ഉപവിഷ്ടനായി മാറുമെന്നുള്ള കാര്യം
കാര്യം ഇന്ന് പകൽക്കാലം ദൈവജനത്തെ ആമേൻ ഈ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രസ്താവിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നോക്കുക, 3 ന്യായവിധികൾ ആമേൻ ശേഷിക്കുന്നുണ്ട്. ഒന്നാമത്തത് ക്രിസ്തുവിന്റെ ന്യായാസനം. അത് ശിക്ഷാവിധിയല്ല, ദൈവസഭയ്ക്കുള്ള ദൈവമക്കൾക്കുള്ള വിധി പ്രസ്താവനയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നടപ്പാകുന്നത്. രണ്ടാമതായി തേജസ്സിന്റെ സിംഹാസനം. അത് യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം മഹോദ്രവകാലം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചകൾക്ക് മുൻപായിട്ട് ആമേൻ സ്തോത്രം നടക്കുന്ന ഒന്നാണ്. ആമേൻ. അത് ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു പോകാം. ആമേൻ, സ്തോത്രം. അത് നടപ്പാക്കുന്നതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, മഹോദ്രവകാലത്ത് പീഡകൾ വെളിപ്പെടുമ്പോൾ യഹൂദന്മാർക്ക് വേണ്ടിയാണ് മഹോദ്രവ കാലം വെച്ചിരിക്കുന്നത്. കഷ്ടകാലം, ആമേൻ, ഇന്നുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം എന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ധകാരവും ഇരുട്ടുമുള്ള ഒരു കാലമെന്ന്, ആമേൻ, മഹാ കഷ്ടകാലമെന്നൊക്കെ പല ആമേൻ നാമങ്ങളാൽ ഈ മഹോദ്രവകാലത്തെ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആമേൻ നടപ്പാക്കുന്നത് യഹൂദന് വേണ്ടിയാ. സ്തോത്രം. എന്നാൽ 7 വർഷത്തെ മഹോദ്രവം നടക്കും. ഈ മഹോദ്രവകാലത്ത് ആമേൻ 666 എന്ന അന്തിക്രിസ്തുവിന്റെ മുദ്രയേൽക്കാത്ത, എതിർ ക്രിസ്തുവിന്റെ മുദ്രയേൽക്കാത്തവർക്ക് ആർക്കും അന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ സാധ്യമാവുകയില്ല. ഈ 7 വർഷത്തെ ഭരണകാലഘട്ടത്തില് 3.5 വർഷക്കാലം ആമേൻ യഹൂദന് അനുയോജ്യമായ ഒരു ഭരണമായിരിക്കും. 3.5 വർഷം ആമേൻ 3.5 വർഷം കഴിയുമ്പോൾ, അതായത് 7 വർഷത്തിന്റെ പകുതിയിൽ എതിർ ക്രിസ്തു ആമേൻ അവൻ ആലയത്തിനകത്തിരുന്ന് ആമേൻ ആരാധനയ്ക്ക് അലക്ഷ്യമുണ്ടാക്കി അശുദ്ധ മൃഗങ്ങളെ യാഗമർപ്പിക്കുകയും അവൻ തന്നെ ഇരുന്നരുളുകയും ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ യഹൂദന് മനസ്സിലാകും, ഇതല്ല മശിഹ. ഈ ആമേൻ എതിർ ക്രിസ്തുവിനെ യഹൂദന്മാർ അംഗീകരിക്കുവാനുള്ള കാരണം ഇത് മശിഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവനെ അംഗീകരിക്കുന്നത്. പക്ഷേ 3.5 വർഷം കഴിയുമ്പോൾ അവൻ അവന്റേതായ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ യഹൂദന് മനസ്സിലാകും, ഇത് മശിഹയല്ല. അങ്ങനെ ഈ യഹൂദന്മാർ ആമേൻ എതിർ ക്രിസ്തുവുമായിട്ട് ആമേൻ പൊരുത്തക്കേടുണ്ടാകുന്നു. അങ്ങനെ ആമേൻ എതിർ ക്രിസ്തുവിന്റെ പീഡനമുറകൾ അഴിച്ചുവിടുകയാ. ആമേൻ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വിവിധമായ നിലകളിൽ അവിടെ കാണുവാൻ കഴിയും. സമയത്തിൻ്റെതായ കുറവ് കൊണ്ട് ആ ഭാഗം ഞാൻ ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നില്ല. അന്ന് യഹൂദന ആമേൻ സ്തോത്രം പീഡനത്തിന്റെ ആമേൻ മുറകൾ വെളിപ്പെടും. ആ സമയത്ത് ഈ യഹൂദൻ എന്ത് ചെയ്യുമെന്നറിയാമോ? മുദ്ര ഏൽക്കുന്നവരുമുണ്ട്, ഏൽക്കാത്തവരുമുണ്ട്. എന്നാൽ യഹൂദൻ ആമേൻ മുദ്ര ഏൽക്കാതെ വരുമ്പോൾ ഈ അന്തിക്രിസ്തുവിനാൽ എതിർ ക്രിസ്തുവിനാൽ ഉണ്ടാകുന്ന പീഡ സഹിക്കുവാൻ കഴിയാതെ ആമേൻ അർത്ഥനഗ്നരായിട്ടും ആമേൻ സ്തോത്രം ഭക്ഷണമില്ലാത്തവരായിട്ട് വിൽക്കാനോ വാങ്ങുവാനോ കഴിയാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവര് ചുറ്റുപാടുമുള്ള ആമേൻ ഇടങ്ങളിലേക്ക് ഇവര് അലഞ്ഞോടുകയാ. ഓടുമ്പോൾ ആമേൻ ചുറ്റുപാടുകളിൽ പാർക്കുന്ന ജാതികളാണ് ജാതികൾ. ഈ ജാതികളായ ചിലര് യഹൂദന്മാരെ ആമേൻ പിടിച്ചണയ്ക്കും. സ്തോത്രം. അവരെ കൈക്കൊള്ളും, അവരെ സംരക്ഷിക്കുവാൻ തയ്യാറാകും. അങ്ങനെയുള്ള ആമേൻ ജാതികളിൽ നിന്ന് ദൈവഭാഗത്ത് വരുന്ന ആമേൻ അവരെ ന്യായം വിധിക്കുവാൻ, അവർക്ക് പ്രതിഫലം കൊടുക്കുവാനാണ് ആമേൻ തേജസ്സിന്റെ സിംഹാസനം ആമേൻ വെക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അത് ആമേൻ വെക്കപ്പെടുന്നത് എവിടെയെന്നറിയാമോ? പാലസ്തീന് ചുറ്റുമുള്ള ജാതികൾ പീഡനകാലത്ത് ഇസ്രായേലിനോട് ഇടപെട്ടത് അനുസരിച്ചാണ് ദൈവം അവരെ എന്ത് ചെയ്യുന്നത്? ആമേൻ 2ആയി തരംതിരിക്കും. ദൈവദാസൻ നേരത്തെ പറഞ്ഞു, ആമേൻ സ്തോത്രം, ആമേൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ ഇടത്തും വലത്തുമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. സഹസ്രാബ്ദ സിംഹാസനം സ്ഥാപിക്കുന്നതിന് മുമ്പ്, 1000 ആണ്ട് വാഴ്ചയ്ക്ക് സിംഹാസനം വെക്കുന്നതിന് മുൻപ് ആമേൻ പാലസ്തീൻ നാട്ടിൽ ചാവുകടലിന് തെക്കുള്ള യഹോശാഫാത്ത് താഴ്വരയിലാണ് ആമേൻ എന്ത് ചെയ്യുന്നത്? ഈ ആമേൻ തേജസ്സിന്റെ സിംഹാസനം വയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അന്ന് ആമേൻ യഹൂദനെ കൈക്കൊണ്ടവരെ വലത്തോട്ടും യഹൂദനെ
കൈക്കൊള്ളാത്തവരെ ഇടത്തോട്ട് മാറ്റി നിർത്തും. ആമേൻ. അന്നാളിൽ അവരോട് പറയും, ഞാൻ ദീനമായി കിടന്നു, നിങ്ങൾ എന്നെ വന്നു നോക്കിയില്ല. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. എന്നവർ ചോദിക്കും, എപ്പോഴാണ് നീ രോഗിയായി കിടന്നത്? എപ്പോഴാണ് നിനക്ക് വിശന്നത്? എപ്പോഴാണ് നിനക്ക് കുളിര് അനുഭവപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തത് എനിക്ക് വേണ്ടി ചെയ്തതാകുന്നു. ഇവർക്ക് ചെയ്യാത്തത് എനിക്ക് ചെയ്യാതിരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് ആമേൻ വലത്തുള്ളവരെ യജമാനന്റെ രാജ്യത്തിലേക്ക്, ഇടത്തുള്ളവരെ ന്യായവിധിയിലേക്കും തള്ളിക്കളയുവാനാണ് ആമേൻ സ്തോത്രം ഈ തേജസ്സിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. മൂന്നാമത്തെ സിംഹാസനമാണ് വെള്ള സിംഹാസനം. ഇത് സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1000 ആണ്ട് വാഴ്ചയ്ക്കൊടുവിൽ, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ഒടുവിൽ സ്തോത്രം ഈ ഭൂമിയിൽ സ്ഥാപിച്ച് കയീൻ തുടങ്ങി, അതായത് ആദാമിന്റെ കാലം തുടങ്ങിയ സകല ദുഷ്ടന്മാരെയും സ്തോത്രം അതുവരെയുള്ള സകല ദുഷ്ടന്മാരെയും ഈ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ന്യായം വിധിച്ച് അഗ്നി നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു സുദിനമാണ് വെള്ളസിംഹാസന ന്യായവിധി എന്നുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. സമയമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിന്നാലെ നിങ്ങളോട് പ്രസ്താവിക്കുവാനായി താല്പര്യപ്പെടുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സിംഹാസനം ഇത് ദൈവമക്കളെ ന്യായം വിധിക്കുവാനാണ്. ദൈവമക്കൾക്ക് ശിക്ഷാവിധിയില്ല. എന്താ പൗലോസ് പറയുന്നത്? ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം എന്ത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ പ്രായശ്ചിത്തമെന്നും കാൽവറിയുടെ മുകളില് പച്ച പൈമരക്കുരിശിൽ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടവന് മാനവരാശിയുടെ സകലവിധ പാപത്തിന്റെയും പാണ്ഡം ചുമന്നുകൊണ്ട്, പാപഭാരം ചുമന്നുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സകലവിധ നീതി പ്രവർത്തികളെയും കാൽവറിയിൽ നിവർത്തിച്ചുകൊണ്ട് മാനവരാശിയുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രൂശിൽ വഹിക്കുവാനിടയാ. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി ജീവിക്കുന്ന ദൈവസഭയ്ക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല, പക്ഷേ ന്യായവിധിയുണ്ട്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഏറ്റവും അടുത്തായി സംഭവിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിക്കുന്നത് എങ്ങനെയാ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് അവനോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. സ്തോത്രം. ഈ സഭയെ, ഈ മണവാട്ടിയാകുന്ന ദൈവസഭയെ ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ്. സ്തോത്രം. ഇന്ന് സഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരുക്കി കഴിയുമ്പോൾ, മണവാട്ടിയെ ഒരുക്കി കഴിയുമ്പോൾ, സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ മണവാട്ടിയെ പരസ്പരമല്ല തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടിയെ ചേർക്കുവാൻ യേശു കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്ന ഈ മണവാട്ടിയെ, ഈ മണവാട്ടി സഭയെ കൊണ്ട് കാഹള ശബ്ദം കേൾക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചും മരിച്ചു മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം പ്രാപിച്ചുകൊണ്ട് ഈ രണ്ടു കൂട്ടരെയും കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഈ ദൈവസഭയുമായിട്ട് എന്തെയ്യുമെന്നറിയാമോ? സ്തോത്രം. ആകാശത്തിനും ഭൂമിക്കും മധ്യയുള്ള മധ്യാകാശ മണിപ്പന്തലിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദൈവസഭയെ കൊണ്ട് കരേറി പോകും. അപ്പോൾ സഭയ്ക്ക് ജീവൻ കൊടുത്ത, രക്തം വിലയായി തന്ന ആത്മമണവാളനാകുന്ന ക്രിസ്തു താനൊരു മണവാളനായിട്ട് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് യേശു കർത്താവ് എന്തെയും ഈ മധ്യാകാശത്തിലേക്ക് താണിറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. ഇന്ന് ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിയാനായിട്ട് കല്യാണ ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞ് ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് പെണ്ണിന്റെ വീട്ടിലാണ് കെട്ടാൻ പോകുന്നത്. തിരുവനന്തപുരം വിട്ടു കഴിഞ്ഞാൽ പെണ്ണാണിന്റെ വീട്ടിലാണ് വന്ന് കെട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഏതായാലും
ഈ കല്യാണ ദിവസം ഇവര് വേണ്ടപ്പെട്ടവരുമായി ഒരുങ്ങി എന്ത് ചെയ്യും? പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഓടിച്ചെന്ന് പള്ളിക്കകത്ത് കയറി ഇരിക്കാറില്ല. നിങ്ങൾക്കറിയാം, പുറത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അണിനിരന്ന് നിൽക്കുക. അപ്പുറത്ത് കുറച്ചുപേർ അണിനിരന്ന് നിൽക്കുക. എന്താണ്? മണവാളന്റെ ആൾക്കാർ, മണവാട്ടിയുടെ ആൾക്കാർ നിൽക്കുകയാ. മണവാളനെ പ്രതിനിധീകരിച്ച് മണവാട്ടിയെ പ്രതിനിധീകരിച്ച് ആങ്ങളമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും? അവിടെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ അങ്ങോട്ട് പോകും, അവർ ഇങ്ങോട്ട് വരാം. ഇവർ നിൽക്കുന്നതിന്റെ മധ്യത്തിൽ വെച്ച് കൈ കൊടുത്ത് അവരെ സ്വീകരിച്ച് ആലയത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷകൾക്ക് ഇരുത്തുന്നത് പോലെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സഭയെ തന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി ഈ താണഭൂമിയിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആയിരം ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ ശബ്ദത്തോടുകൂടെ ആത്മമണവാളനാകുന്ന ക്രിസ്തു മധ്യാകാശത്തിലേക്ക് കടന്നു വരാം. അവിടെ തന്റെ മണവാട്ടി സഭയെ ചേർത്തുകൊണ്ട് 7 വർഷക്കാലം യേശു ക്രിസ്തു എന്ന മണവാളന് ദൈവസഭയാകുന്ന മണവാട്ടിയും ഈ മധ്യാകാശത്തിൽ പാർക്കുവാൻ തക്കവണ്ണമിടയാകും. അവിടെ പാർക്കുമ്പോൾ നടക്കപ്പെടുന്ന പ്രധാനമായ 3 കാര്യാദികൾ പ്രധാനമായി നടക്കപ്പെടും. ഒന്ന്, മണവാളനാകുന്ന ക്രിസ്തുവിന്റെയും മണവാട്ടിയാകുന്ന ദൈവസഭയുടെയും വേലി നടക്കും മധ്യാകാശത്തിൽ വെച്ച്. ഒരു സ്തോത്രം പറയാമോ? രണ്ടാമതായി മധ്യാകാശത്തിൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം വെച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ക്രിസ്തു ഇരുന്നു കൊണ്ട് ദൈവസഭയ്ക്ക് പ്രതിഫലം വിഭജിച്ചു തരുന്ന ഒരു സുദിനമാണ് അവിടെ നടക്കുന്നത്. മൂന്നാമതായിട്ട് മധ്യാകാശത്തിൽ നടക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരു സ്തോത്രം മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കുവാനായിട്ട് പോയി എന്നൊരു ഉപമ യേശു ക്രിസ്തു താൻ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ദൂരദേശത്തെ രാജ്യത്വം പ്രാപിക്കാനായി കടന്നുപോയിരിക്കുകയാ. അത് മറ്റാരുമല്ല, ആ രാജ്യത്വം പ്രാപിക്കാൻ പോയത് യേശു ക്രിസ്തു തന്നെയാണ്. എന്നാൽ സ്തോത്രം 7 വർഷത്തിന്റെ ഒടുവിൽ ഈ മധ്യാകാശ മണിപ്പന്തലിൽ വെച്ച് തന്റെ പിതാവാകുന്ന ദൈവം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ മഹാരാജാവായിട്ട് അവനെ പട്ടാഭിഷേകം ചെയ്യും. അങ്ങനെ യേശു ക്രിസ്തു 7 വർഷം കഴിഞ്ഞ് ദൈവസഭയുമായിട്ട് ഈ ഭൂമിയിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഇറങ്ങി വരുന്നത് അവൻ മണവാളനായിട്ടല്ല. അവൻ ഇറങ്ങി വരുന്നത് അവൻ രാജാതിരാജാവായിട്ടാണ്. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴ എന്ന തിരുവചനം അതിനെ നിവർത്തീകരണം എന്ന വണ്ണ യേശു കർത്താവ് ഈ ഭൂമിയിൽ മാനവരാശിക്ക് രക്തവിലയായി കൊടുത്ത് നേടിയെടുത്ത ദൈവസഭയെ വേലി കഴിച്ച അനന്തര മണവാട്ടിയായി സ്വീകരിച്ച അനന്തര നമ്മൾ അങ്ങോട്ട് പോകുന്നത് മണവാട്ടിയായിട്ടെങ്കിൽ തിരിച്ചു വരുന്നത് മണവാട്ടിയായിട്ടല്ല, നമ്മൾ രാജ്ഞിമാരായിട്ടാണ്. കർമ്മയോഗ്യൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ബോവസിന്റെ വയലിൽ രൂത്ത് ഇറങ്ങുന്നത് സ്തോത്രം ഒരു വേലക്കാരിയായിട്ടായിരുന്നു. അവൾ കാലാവറക്കിയ ഒടുവില് അവൾ വയലിൽ നിന്ന് കയറി ഒരു മണവാട്ടിയായിട്ട് ബോവസിന്റെ കൂടെ ചേർക്കപ്പെട്ടതിന് ശേഷം അവൾ അറിയപ്പെടുന്നത് മണവാട്ടിയല്ല, യജമാനത്തിയായിട്ടായിരുന്നു. വേലക്കാരിയായി വയലിൽ വന്നവൾ യജമാനത്തിയായി മാറിയതുപോലെ മണവാട്ടിയാകുന്ന ദൈവസഭ രാജ്ഞിയായി മാറി രാജാതി രാജാവ് കർത്താവ് കർത്താവുമാ 1000 വിശുദ്ധന്മാരുമാ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരാം. 7 വർഷത്തിനൊടുവിൽ ഒലിവുമലയ്ക്ക് കിഴക്ക് പടിഞ്ഞാറ് യേശു ക്രിസ്തുവിന്റെ പാദ സ്പർശിക്കുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളർക്കും. അവിടെ ഒരു താഴ്വര ഉണ്ടാകുമെന്ന് സ്തോത്രം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ യേശു കർത്താവ് രാജാതി രാജാവായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ എന്റെ വിഷയം അതല്ല. സ്തോത്രം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പ്രതിഫലം പ്രാപിക്കുന്നവരാരാണ്? യേശു ക്രിസ്തുവിന്റെ വരവിൽ ചേർക്കപ്പെടുന്നത് ആരാ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് കർത്താവ് പാപം കൂടാതെ രണ്ടാമതും കടന്നു വരും. വിവിധ അഭിപ്രായങ്ങളുണ്ട്. ആരാണ് യേശു ക്രിസ്തുവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ കടന്നു പോകുന്നതെന്ന്? ക്രിസ്തു സഭയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു 144,000 പേരുടെ കണക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ചില സ്തോത്രം ആൾക്കാരത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. 144,000 പേർ മാത്രമല്ല,
രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന സകല വിശുദ്ധന്മാരെയും ചേർക്കുവാൻ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? മടങ്ങി വരുവാൻ സമയമായി എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. സ്നാനപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ മാത്രമേ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് സ്തോത്ര, സ്നാനപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. അഭിഷേകമുണ്ടെന്ന് പറയുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. ട്രാക്ട് കൊടുക്കാൻ പോകുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. സ്തോത്രം. അങ്ങനെ ആയിരുന്നു എങ്കിൽ സ്തോത്രം, അന്ത്യകാലത്ത് ഒരു കൂട്ടർ യേശുവിന്റെ അടുക്കൽ വന്ന് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ യേശു അവരെ നോക്കി പറയുന്നത്, അധർമ്മം പ്രവർത്തിച്ചവരെ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, എന്നെ വിട്ടുപോകുവേ. പിശാചിനും അവന്റെ അനുയായികൾക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് അവരെ തള്ളിവിടുന്നതായിട്ട് നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം 4:9 വായിക്കുമ്പോൾ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരെ ദൈവം തമ്പുരാൻ അറിയുന്നു, ദൈവം അറിയുന്നു, അവർ ദൈവത്തെയും അറിയുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. വായിക്കാം ഗലാത്യർ 4:9. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും ആരറിയുന്നു? ദൈവം അറിയുന്നു. ഒരു സ്തോത്രം പറയാമോ? നിങ്ങളുടെ സ്തോത്രത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ നിങ്ങളെ ദൈവം അറിയുന്നില്ല എന്നൊരു ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്തോത്രം. ദൈവം എന്നെ അറിയുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം നന്നായിട്ട് പറയാം. കാരണം പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാഹള ശബ്ദം കേൾക്കുമ്പോൾ കണ്ണിവയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിച്ച് ഞൊടിയിടയിൽ ആത്മമണവാളന്റെ മണവാട്ടിയ മധ്യാകാശ മണിപ്പന്തലിലേക്ക് കരേറി പോകുമെന്നുള്ള ഉറപ്പുള്ള ദൈവസഭയാണ് പ്രത്യാശയുള്ള ദൈവസഭ. അതുകൊണ്ട് ആ സദൃശവാക്യത്തിൽ വായിക്കുന്നത്, ഭാവി കാലത്തെ ഓർത്ത് അവൾ പുഞ്ചിരി തൂകുന്നു. ദൈവസഭയ്ക്ക് ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകുവാൻ വകയുണ്ട്. കർത്തതയില്ലാത്തൊരു നാട്, പട്ടിണിയില്ലാത്തൊരു ദേശം, കണ്ണുനീരില്ലാത്തൊരു നാട്ടിലേക്ക് നാം കടന്നു പോകുവാൻ സമയമാ. എത്ര പേർക്ക് പ്രത്യാശയോടെ പറയാൻ കഴിയും, ഇന്ന് യേശുവിന്റെ കാഹളം മുഴങ്ങിയ ഈ ലോകത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ ഉയർന്നു പോകും, ഞാൻ പറന്നു പോകും. എത്ര പേർക്ക് പ്രത്യാശയോടെ പറയാൻ കഴിയും? ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകുക അത് ദൈവസഭയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:52 രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും നമ്മൾ രൂപാന്തരം പ്രാപിക്കും. സ്തോത്രം. വായിക്കാം ആ വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഒന്നുകൂടെ വായിക്കാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ പഴയ എബ്രായ ലേഖനം 11:35-40 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും എന്ന് നാം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിൽ കടന്നു ചെല്ലുന്ന ദൈവസഭയ്ക്ക് പ്രതിഫലം തരുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ആ പ്രതിഫലം തരാൻ വേണ്ടി മധ്യാകാശത്തിൽ വയ്ക്കുന്ന സിംഹാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. 2 കൊരിന്ത്യർ 5:10. അവിടെ എന്താ വായിക്കുന്നത്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന നാം എല്ലാവരും അവനവൻ
ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ചെല്ലേണ്ടതാകുന്നു. നാം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവകൃപ പ്രാപിച്ച വിശ്വാസിയായ ദൈവമക്കളായവർ മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. മധ്യാകാശത്തിൽ വെച്ചായിരിക്കും ആമേൻ ഈ പ്രതിഫലം ദൈവസഭയ്ക്ക് കർത്താവ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ആമേൻ സ്തോത്രം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, അല്ലെ, നല്ലതാകലും തീയതാകലും. വെളിപ്പാട് പുസ്തകം വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ. പ്രതിഫലം ആരുടെ പക്കലുണ്ട്? ആമേൻ, കർത്താവിന്റെ പക്കൽ ഉണ്ടെന്നാ പറയുന്നത്. അവന്റെ പക്കൽ കൂലിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവന്റെ കയ്യിൽ എന്തുണ്ട്? കൂലിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. അത് ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം. 50-ാം സങ്കീർത്തനം 4-5. ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും. അവിടെ വായിക്കുന്നത് തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും കീഴിൽ നിന്ന് ഭൂമിയെയും വിളിക്കുന്നു. അതിന്റെ അർത്ഥം ആകാശത്തിന് കീഴിൽ, മധ്യാകാശത്തിൽ, ഭൂമിക്ക് മുകളിൽ, മധ്യാകാശത്തിൽ, അവിടെ വെച്ചാണ് ഈ പ്രതിഫലം. അവയെ സാക്ഷിയായി വിളിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയുമാണ്. സഭയിലെ പാസ്റ്റർ വിളിച്ചിട്ട് പ്രസംഗിയാര് ആമേ സ്തോത്രം, രാഹുൽ ബ്രദർ ആമേ സ്തോത്രം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കത്തില്ല. കാരണം ചോദിക്കാൻ വോയിസ് ഇല്ല. ആമേ രാഹുൽ ബ്രദറിനെ വിളിച്ച് പാസ്റ്റർ സുരേഷ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കത്തില്ല. കാരണം ചോദിക്കാൻ വ്യവസ്ഥയില്ല. അവൻ സാക്ഷിയായി വിളിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും അവൻ സാക്ഷിയായി വിളിക്കുക. ഇത് രണ്ടിനെയും വെട്ടിച്ച് ഒരു മനുഷ്യനും ഒരൊറ്റ പരിപാടിയും ഇവിടെ ചെയ്യാൻ ഒക്കത്തില്ല. കരം ഉയർത്തിയൊരു സ്തോത്രം പറയാ. ഹല്ലേലൂയ. തന്റെ ജനത്തെ ന്യായം വിധിക്കാൻ ആരായി തന്റെ ജനം? 1 ഇസ്രായേൽ ഗണം, 2 അവയെ പഴയ നിയമ വിശുദ്ധന്മാർ, 3 പുതിയ നിയമ വിശുദ്ധന്മാർ. അങ്ങനെ അവൻ ഇവരെയാണ് തന്റെ ജനമെന്ന് അവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവയെ സ്തോത്രം. നോക്കുക, അവൻ ഈ ശിക്ഷാവിധി നരകവിധിയല്ല. അത് നമ്മൾ മറന്നു പോകരുത്. അവൻ ശിക്ഷ വിധിച്ച് നരകത്തിൽ ഇടുന്ന പരിപാടിയില്ല. നരകത്തിൽ പോകുന്നവൻ അവൻ എടുക്കപ്പെടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? എടുക്കപ്പെട്ടവന് നരകശിക്ഷ ഇല്ല. ആമേൻ. എന്നാൽ ആമേൻ പ്രതിഫലമാണ് അവിടെ വിഭജിക്കപ്പെടുന്നത്. സ്തോത്രം. അടുത്ത നമ്മൾ വായിച്ച വാക്യം കൊരിന്ത്യർ ആമേൻ 5:10 എന്താ? ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും എന്ന് പറഞ്ഞാൽ ആമേൻ ജനിച്ച കാലം മുതലുള്ള കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ശേഷം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കും. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി എന്താ വായിക്കുന്നത്? എന്നാൽ അവൻ അറിവില്ലായ്മയുടെ കാലങ്ങള് അവൻ ലക്ഷ്യമാക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അപ്പോൾ അറിവില്ലായ്മയുടെ കാലമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ദൈവമക്കളായി തീർന്ന ശേഷം മനുഷ്യൻ ശരീരത്തില് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാമെല്ലാവരും, രക്ഷിക്കപ്പെടുന്ന എല്ലാവരും അവന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ കടന്നു പോകേണ്ടതാണ്. ഇവിടെ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയുണ്ട്: നല്ലതിനും, നമ്മൾ ശ്രദ്ധിച്ചോ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും. അപ്പൊ നല്ലതിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അപ്പൊ തീയതിന് ഛേദം വരാം, തീയതിന് കുറവ് സംഭവിക്കാം. മനസ്സിലാകുന്നുണ്ടോ? നല്ലതിന് പ്രതിഫലമുണ്ട്, ആമേ തീയതിന് ആമേ കുറവുണ്ടായിരിക്കും എന്ന് പറഞ്ഞ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു രംഗം, എല്ലാം വെളിച്ചത്താകുന്ന ഒരു രംഗം. ആമേൻ. അതാണ് ആ മധ്യാകാശത്തിൽ സംഭവിക്കുന്നത്. ആമേ ചിലർ ലക്ഷിച്ച് തലതാഴ്ത്തും, ആമേ ചിലർ അഭിമാനത്തോടെ കിരീടധാരികളായിരിക്കും, ആമേ ചിലർക്ക് പ്രതിഫലമില്ലാത്തവരായി വെറും കൈയോടെ നിൽക്കേണ്ടി വരും, ആമേ ചിലർ ആമേ ദൈവരാജ്യത്തിൽ ചെറിയവരായി മാറും, ആമേ ചിലര് ആമേ സ്വത്രം തല ഉണിക്കേണ്ടി വരുന്ന സാഹചര്യം ഇന്ന്
പകൽക്കൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച് ഇവിടെ വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഇവിടെയും ഒന്നും നേടിയില്ല അവിടെയും ഒന്നും നേടിയില്ല എന്ന് വരാതിരിപ്പ് ഇന്ന് പകൽക്കൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ. ആമേൻ. പ്രതിഫലം വിഭജിക്കുന്ന ഒരു നാളുണ്ട്. യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവസഭ ഒരുങ്ങപ്പെടുവാനുള്ള നാഴിക ഇതാകുന്നു എന്ന് ഇന്ന് പകൽക്കൽ ഞാൻ ആത്മാവിൽ ദൈവവചനത്തിലൂടെ ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 14:10-12 വരെ വായിക്കാം. റോമർ 14:10-12 വരെ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? അല്ല നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. അവിടെ ആമേ സ്തോത്രം. പൗലോസ് ആമേ ചോദിക്കുകയാണ്, അല്ല സഹോദരനെ നീ വിധിക്കുന്നതെന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? ആമേ നീ സഹോദരനെ വിധിക്കരുത്. നീയും ഞാനും നമ്മളെല്ലാവരും എവിടെ ചെല്ലേണ്ടതാണ്? ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും എന്ന് പറയുമ്പോ പൗലോസ് തുടങ്ങി, പത്രോസ് തുടങ്ങി, യാക്കോബ് തുടങ്ങി, യോഹന്നാൻ തുടങ്ങി, ആമേ സകല അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള സകല വിശുദ്ധന്മാരും ആമേൻ അവരിൽ ഒരുവരാകുന്ന ഞാനും നിങ്ങളും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് പരസ്പരം വിധിക്കരുത്. അതുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തരുത്. അതുകൊണ്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് ആമേൻ എടുക്കാൻ നിൽക്കരുത്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ അവൻ. നീ നിന്നെ തന്നെ വിധിക്കുന്നു എങ്കിൽ പിന്നത്തേത് എന്ത് ചെയ്യത്തില്ല? വിധിക്കപ്പെടുകയില്ല. നീ നിന്നെ തന്നെ വിധിക്കുന്നില്ല എങ്കിൽ ന്യായവിധി നാളിൽ നീ വിധിക്കപ്പെടുവാനിടയാകുമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേ സ്തോത്രം. ന്യായാധിപനാകുന്ന ക്രിസ്തു ആമേ ന്യായം വിധിക്കുക. കാലവിനെ അധികം നമ്മുടെ മുൻപിലില്ല. ആമേ കാന്തന്റെ വരവിനായി പ്രത്യാശയോടെ ആമേ ശേഷിക്കുന്ന ആയുസ് മുഴുവൻ ഒരു ആത്മാവിന്റെ നിറവ്, ആത്മാവിനെ അനുസരിച്ച് ഒരു ദൈവവേദന ജീവിച്ച് മുൻപോട്ട് പോകുക. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ആ വാക്യം വായിച്ചുകൂടാ. ആമേൻ. ആമേ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? എന്റെ മുൻപാകെ എല്ലാ മുഴങ്കാലുകളും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരോടാണ് കണക്ക് പറയേണ്ടത്? ആമേ സഭയോടോ സംഘടനയോടോ അല്ല, പാസ്റ്റർമാരോടല്ല. ആമേ ഞാൻ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടത് ആമേ സ്വർഗത്തിലെ തമ്പുരാനോടാണ്. അതുകൊണ്ട് അയ്യോ പാസ്റ്റർ അങ്ങനെ എന്ന് പറഞ്ഞാൽ പണി നിനക്ക് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് മുൻപേ ചുങ്കക്കാരും പാപികളും വേശ്യമാരും ഒക്കെ എവിടെ കിടക്കും? ദൈവരാജ്യത്ത് കിടക്കും. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായി മാറും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേ ജീവിതകാലം മുഴുവനും പാപം ചെയ്ത് പാപിനിയായ സ്ത്രീ എന്ന മുദ്ര കുത്തപ്പെട്ടവൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടിരുത്തി ശിക്ഷ വിധിക്കുക. ആമേ പരീശന്മാർ ആമേ ചോദ്യം ചെയ്യുവാൻ യേശുവിന്റെ മുൻപിൽ കൊണ്ടിരുത്തുമ്പോ അതുവരെ നീതിമാന്മാരെന്ന് ധരിച്ചുകൊണ്ട് അവൻ അവളെയും പിടിച്ചുകൊണ്ട് വന്ന പരീശന്മാർ അവർ ഇളിഫ്യരായവർ പുറങ്കാല് വെച്ച് മാറിപ്പോയപ്പോ ജീവിതത്തിന്റെ അറിവായ കാലം മുതൽ അന്ന് വരെ പാപം ചെയ്തവള് അവളോട് യേശു ഒരു വാക്ക് ചോദിച്ചു, മകളെ അല്ലെങ്കിൽ സ്ത്രീയെ, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? അവൾ പറഞ്ഞ മറുപടി ഇല്ല. ആ വാക്കിന് വളരെ വിലയുണ്ട്. അവൾ പറഞ്ഞത് ഇല്ല ഗുരു എന്നല്ല, ഇല്ല കർത്താവേ. തിരുവചനം പഠിപ്പിക്കുന്നു, അവൻ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇല്ല കർത്താവേ എന്ന് അവിടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്ന വാക്കിന്റെ മുൻപ് അവിടെ പാപം മോചിക്കപ്പെട്ടു. അവിടെ ദൈവവൈതലായി മാറി. ഇന്ന് പകൽക്കാലം മുമ്പന്മാർ പിമ്പന്മാര്, പിമ്പന്മാർ മുമ്പന്മാരുമാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവയെ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. അത് മനുഷ്യരുടെ മുൻപിലല്ല, അത് സംഘടനയുടെ മുൻപിലല്ല, അത് ദൈവത്തിന്റെ മുൻപാകെ ഞാൻ നിങ്ങളെ കണക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
ആമേ സ്തോത്രം. ഞാൻ ഓടിച്ചു പറയാം. മത്തായി 12:36, യാക്കോബ് 5:9. ആമേ എന്തിനൊക്കെയാണ് കണക്ക് പറയേണ്ടി വരുന്നത്? മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഏതിനൊക്കെയാ കണക്ക് പറയേണ്ടത്? മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ആമേ ഞാൻ ഒരുപാട് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. 2 ആമേ റോമർ 2:16 ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന്റെ ആമേ തിരുവചനത്തിന്റെ മുൻപാകെ അവൻ നമ്മുടെ രഹസ്യങ്ങളെ ഈ സുവിശേഷം മുഖാന്തരം ന്യായം വിധിക്കുന്ന ദൈവം എന്ന് കാണുന്നു. ആമേൻ. വചനം വെച്ച് നമ്മുടെ രഹസ്യങ്ങളെ അവൻ ന്യായം വിധിക്കും. ഇത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. രഹസ്യങ്ങളെ പരസ്യമാക്കും ദൈവം. അറയിൽ മന്ത്രിക്കുന്നത് പുരമേൽ ഘോഷിക്കും. വീട്ടിനകത്ത് അറയിൽ ഇരുന്ന് കമ്മറ്റി കൂടിയ ആമേ സ്തോത്രം അപ്പുറത്തവർ കേട്ടില്ല, ഇപ്പുറത്തവർ കേട്ടില്ല. ആമേൻ. ദൈവമക്കൾ കേട്ടില്ല, ദൈവദാസൻ കേട്ടില്ല, വിശ്വാസി കേട്ടില്ല. പക്ഷെ ഇന്ന് മകൾ കല മറന്നു പോകരുത്. ആമേ ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ? ആമേ സകലതും അറിയുവാൻ കഴിയുന്ന ആമേ സകല വ്യാപിയാകുന്ന കർത്താവ് ആമേ നിന്റെ അറയ്ക്കകത്തുണ്ട്. അവൻ അറിയാത്ത രഹസ്യങ്ങളൊന്നുമില്ല. ഇന്ന് മകൾക്കാലം ഈ ന്യായപ്രമാണം, ഈ തിരുവചനം വെച്ച്, ഈ വേദപുസ്തകം വെച്ച് സകല രഹസ്യങ്ങളെയും അവൻ ന്യായം വിധിക്കുക. ആമേൻ. അതിന് കണക്ക് പറയേണ്ടി വരും. ആമേൻ. മൂന്നാമതായി ആമേ സ്തോത്രം ദൈവനാമത്തിന് ആമേ സ്തോത്രം കൊടുക്കുന്നതിന് ആമേൻ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്ത അതിന് പ്രതിഫലം സ്വർഗത്തിലെ ദൈവം തരും. ആമേൻ. നീ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത്, ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തത്, നീ കാണിക്ക കൊടുത്തത്, ദശാംശം വെച്ചത്, നീ നേർച്ച നിവർത്തിച്ചത്, ആമേൻ, നീ ആമേ സുവിശേഷ യോഗം വെച്ചത്, നീ കാത്തിരിപ്പ് കൂട്ടം വെച്ചത്, നീ ആലയത്തിന് സംഭാവന കൊടുത്തത്, ദൈവനാമത്തിന് ആമേൻ നീ ട്രാക്ട് അടിച്ചത്, വേദപുസ്തകം കൊടുത്തത്, ഇതിനെല്ലാം പ്രതിഫലം തരുന്നൊരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. അവൻ ആമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു അളവ് അവൻ നിനക്ക് തരുന്നൊരു ദൈവമാ. ഈ ലോകത്തിൽ മാത്രമല്ല അവേ സ്വർലോകത്തിൽ പ്രതിഫലം തരുന്നൊരു സ്വർഗം നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷേ അവൻ ഇവിടത്തെ നിന്റെ പ്രവൃത്തി അനുസരിച്ചാണ്, ഇവിടെ നീ ചെയ്യുന്നത് അനുസരിച്ചാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ പണിയും. കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇവിടെ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ആൾക്കാർ സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് വരെ കൊടുത്തെന്നാ പറയുന്നേ. എന്തോ ആയിക്കോട്ടെ, യാഥാർത്ഥ്യമൊന്നും അറിയത്തില്ല. ആമേ സ്തോത്രം. അതുകൊണ്ട് ആമേ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്തോത്രം. എങ്ങനെയുള്ള സ്ഥലം കിട്ടണം എന്നുള്ളത് ഇവിടെ ദൈവനാമത്തിന് വേണ്ടി ചെലവാക്കുന്നത് അനുസരിച്ച് അവിടെ ദൈവമഹത്വം വെളിപ്പെടും. അതുകൊണ്ട് ആമേ പ്രിയ ദൈവദാസ പലപ്പോഴും വേദനയോട് പറയാറുണ്ട്, ഉള്ളത് മുഴുവനും ചെലവാക്കിയിട്ടും ജീവിതത്തില് ആമേ ഇന്നുണ്ടെന്ന് പറയാനൊന്നുമില്ല. ഭാരപ്പെടേണ്ട, ഇവിടെ ചെയ്തതിനൊരു പ്രതിഫലം ദൈവം തരാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കും ഇവിടെ കിട്ടത്തില്ലേ? ആമേൻ. കർത്താവിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ നിന്റെ സന്തതികളെ കൊണ്ട് ആമേൻ പുരാതന ശൂന്യതകളെ പണിയിക്ക. അവർ കേടു തീർക്കുന്നവനായി മാറും. അവർ കുടിയിരിപ്പാൻ തക്കവണ്ണമുള്ള ആമേൻ പാർപ്പിടങ്ങളെ പണിയോ. ആമേൻ. അവർ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വേഗമേ വാഹനമേറി ഓടുമാറാക്കും ദൈവം അവരെ. അവരെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് പകൽക്കാലം എന്റെ നാമത്തിന് വേണ്ടി നീ കൊടുത്തിട്ടുണ്ട്, നീ ചെയ്തിട്ടുണ്ട്, അതിനൊരു പ്രതിഫലമുണ്ടെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അവൻ ലക്ഷ കൂടാതെ ഭാവിക്കുവാൻ അവൻ നമുക്കൊരു സമയമുണ്ട്. അതിനായി കാത്തിരിക്കാൻ പ്രത്യാശയോടെ. ഉണ്ടായിട്ടും ദൈവനാമത്തിന് ചെലവാക്കാൻ മനസ്സില്ലാതെ ചെലവാക്കാൻ ആമേ സ്തോത്രം ഇങ്ങനെ പിടിച്ച് ചെലവാക്കുന്നവരുണ്ട്. 10 പൈസ കൊടുക്കാത്തവരുണ്ട്. ദൈവനാമത്തിന് പണം വേണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരുണ്ട്. അവർക്ക് കൊടുക്കാൻ മടിയുള്ളത് കൊണ്ട് ആമേ സ്തോത്രം അവരങ്ങനെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കൊടുക്കുന്നത് വെച്ച് അവിടെ പണി. സ്തോത്രം. 10,000 രൂപയുള്ളവന് തട്ടിട്ട വീടുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. 10 ലക്ഷമുള്ളവന് ആമേ 2 റൂമെങ്കിലും തട്ടിട്ട് വാർക്കാൻ പറ്റും. പക്ഷെ 10,000 ഉള്ളവന് പറ്റത്തില്ല. 10,000 ഉള്ളവന് ആകെ കൂടെ പണിയാൻ പറ്റുന്നത് 4 കാറ്റാടി കഴിയും, 10 ഓല കീറും. ഇതുകൊണ്ടേ പണിയാൻ പറ്റൂ. അതുകൊണ്ട് ആമേ സ്തോത്രം നിന്റെ നിക്ഷേപം കുറവാണെങ്കിൽ ആമേ അവിടെയും കുറയും എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന്
ആമേ സ്തോത്രം ഇല്ല, 10 രൂപ കൊടുക്കണം ആഗ്രഹമുണ്ട്, ഇല്ല, അവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആമേ 2 കാശിന്റെ വിധവയെ ദൈവം പുകഴ്ത്തിയെങ്കിൽ അവൾക്ക് ഇല്ലായ്മയിൽ ഉള്ളത് മുഴുവനും അവൾ കൊടുത്തപ്പോൾ പ്രശംസിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇല്ലായ്മയിൽ നിന്നല്ല, ഉണ്ടായിട്ട് ദൈവനാമത്തിന് ചെലവാക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആമേ സ്തോത്രം അവർക്ക് പ്രതിഫലവും വളരെ ആമേ സ്തോത്രം ചുരുക്കമായിരിക്കും. ആമേ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അതുകൊണ്ട് ആമേ നമുക്ക് എന്തുണ്ട്? ആമേ സ്തോത്രം ഒന്നാമതായി ആമേ പ്രതിഫലം എന്തിനാണ്? വാക്കുകൾക്ക് കണക്ക് പറയേണ്ടി വരും, രഹസ്യങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. ദൈവനാമത്തിന് കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒന്നുകൂടെ പറയാ, മനുഷ്യന്റെ സകല ആമേ സ്തോത്രം പ്രവർത്തികളെയും ശോധന ചെയ്യും എന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെ വായിക്കുമ്പോൾ ആമേ തീ തന്നെ അതിനെ ശോധന ചെയ്യും എന്ന് കാണുന്നു. 6 വിധ കാര്യങ്ങളെ കുറിച്ച് വായിക്കുന്നു. 3 വസ്തുതകൾ തീയിലൂടെ വെന്തു പോകുന്നതും 3 വസ്തുക്കൾ വെന്തു പോകാത്തതുമായിട്ടുള്ളതാണ്, വിലയുള്ളതാണ്. ആമേ തീ തന്നെ അതിനെ ശോധന ചെയ്യും. അതുകൊണ്ട് ആമേ സ്തോത്രം നമ്മുടെ സകല പ്രവൃത്തികൾക്കും എന്തുണ്ട്? ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ. എന്താണ് ദൈവം നമുക്ക് തരുന്ന ശ്രേഷ്ഠമായ പ്രതിഫലങ്ങൾ? അതുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകമായി വേദപുസ്തകത്തിനകത്ത് 5 വിധമായ കിരീടങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ദൈവം നമുക്ക് തരുന്നതായ പ്രതിഫലം എന്ന് പകൽക്കാലം മറന്നു പോകരുത്. ആമേൻ. വാടാത്ത കിരീടം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുന്നു. ജഡത്തെ ജയിച്ച് ആമേൻ പോരാട്ടങ്ങളെ ജയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് വാടാത്ത കിരീടം ദൈവം ആമേൻ കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആത്മാക്കളെ നേടുന്ന ആമേൻ ദൈവ മക്കൾക്ക് പ്രശംസയുടെ കിരീടങ്ങളെ ദൈവം കൊടുക്കുന്നു. ഹല്ലേലൂയ. കഷ്ടത സഹിച്ച് ആത്മീക ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്നവർക്ക് നീതിയുടെ കിരീടം ദൈവം ആമേൻ കൊടുക്കുന്നു. കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് മരണം വരെ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ജീവകിരീടം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആമേൻ സഭയെ പരിപാലിച്ച് ആത്മാക്കളെ നേടി സഭാ ശുശ്രൂഷകൾ നിർവഹിച്ച് ആമേൻ കഷ്ടതയും നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയ ആമേൻ ഇടയന്മാർക്ക് ആമേൻ തേജസ്സിന്റെ ഒരു കിരീടം ആമേൻ ദൈവം തരുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. കരമുയർത്തി ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ആമേൻ നമുക്കൊരു പ്രതിഫലമുണ്ട്. നിശ്ചയം നമ്മുടെ പ്രത്യാശയ്ക്ക് എന്ത് വരത്തില്ല? ഭംഗം വരികയില്ല. നീതി സൂര്യൻ വെളിപ്പെടാറാ തേജസ്സിന്റെ ആമേൻ സ്തോത്രം, ആമേൻ തേജസ്സിനെ തേജസ് പ്രാപിച്ച് കർത്താവിനോടുകൂടെ കരേറി പോകുവാൻ സമയമാസന്നമാണ്. സമയം നമ്മുടെ മുമ്പിലില്ല കേട്ടോ. ഒരിക്കൽ മരണം സംഭവിക്കും. അതിന് സമയം എപ്പോഴെന്നില്ല, എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആമേൻ മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ആമേൻ കാലത്താണോ ഉച്ചയ്ക്കാണോ നീ കിടക്കുന്നതിന്റെ ആദ്യ വിശ്രമമാണോ ആർക്കും പറയാൻ വെക്കുകയില്ല. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസം ആമേൻ കേട്ടൊരു വാർത്ത, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു കാറിൽ യാത്ര ചെയ്ത നമ്മുടെ സമീപ പ്രദേശത്ത് കടന്നുപോയ 3 പേര് അപകടത്തിൽപ്പെട്ടു. ആമേൻ ഒരുവൻ ആമേൻ ക്ഷണത്തിൽ മരിച്ചു പോകുവാനിടയാ. എത്രയോ ഒരു പ്രതീക്ഷയോടുകൂടെ ജീവിതയാത്രകൾ തുടരുന്നു. ആമേൻ വഴിമധ്യത്തിൽ അവർ മരിച്ചു വീഴുന്നു. സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരെ, നാളെ നിനക്കുള്ളതല്ല. നീ അകത്തേക്ക് വീഴും. ആമേൻ ആമേൻ നീ പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് കയറിയില്ല എങ്കിൽ ആമേൻ പിന്നെ ഒരിക്കലും കയറാത്ത രീതിയിൽ ആമേൻ നമ്മുടെ മൂക്കിലേക്ക് പഞ്ഞിയൊക്കെ കയറ്റി വെക്കുന്നത് എന്താ കാര്യം? ആമേൻ പുറത്തേക്ക് വിട്ട ശ്വാസം, ആ ശ്വാസം പറഞ്ഞു ഇനി ഞാൻ അകത്തേക്കില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പലപ്പോഴും അത് നിലച്ചു പോകുമെന്ന് തോന്നുമ്പോൾ എന്റെ തമ്പുരാന്റെ കരം വെച്ച് ആ ശ്വാസത്തെ തള്ളി പിന്നെയും നിന്റെ മൂക്കിനകത്തേക്ക് തള്ളിവിടുമ്പോൾ ആമേൻ നീ ആരോഗ്യമുള്ളവരായി രാവിലെ എഴുന്നേറ്റ് വരുന്നത്. രാത്രി നിന്റെ ഉറക്കത്തിൽ എന്തൊക്കെയാണ് നിന്റെ ശരീരത്തിൽ സംഭവിച്ചു എന്ന് നിനക്കറിയാമോ? ഇല്ല, ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ മരണം യാഥാർത്ഥ്യമാ, മരണം നിശ്ചയമാ. ക്ഷണിക്കാത്ത അതിഥിയാണ് മരണം. ആമേൻ അതെപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ ഒക്കുകയില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. 70 ഏറെയായാൽ 80 എന്ന് പറഞ്ഞ തിരുവചനത്തില് മനുഷ്യന്റെ ആയുസ് വെറും 4 വിരൽ നീളമായിരിക്കുന്നു. രാവിലെ വിരിയുന്ന ഭൂവിനോട്, രാവിലെ മുളയ്ക്കുന്ന പുല്ലിനോട്, ആമേൻ നിഴലിനോടൊക്കെ ഈ വേദപുസ്തകം അതിനെ ആമേൻ 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 പദപ്രയോഗം വെച്ച് ആമേൻ വ്യാഖ്യാനിക്കുമ്പോ ഇന്ന് പകൽക്കാലം ഞാൻ നീ മറന്നു പോകരുത്. കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ ശ്വാസം നിലച്ച് 6 അടി മണ്ണിന്റെ ജന്മിയ ആമേൻ സ്തോത്ര മരണത്തിലൂടെ ഞാൻ ഈ ഭൂമിയോട് ചേർന്ന് ലയിച്ചു ചേരുമ്പോ എന്റെ ആത്മാവ് വിശ്രമത്തിലേക്ക് ചെല്ലും. എന്നാൽ കാഹളം കേൾക്കുമ്പോൾ ഞാൻ രൂപാന്തരം പ്രാപിച്ച് ആമേൻ സിംഹാസനത്തിന് കർത്താവിന്റെ സംഗതി
സന്നിധിയിൽ ആ തേജസ്സിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ അണിനിരന്ന് പ്രതിഫലം വാങ്ങിക്കൊണ്ട് അവൻ പ്രത്യാശയോടെ അവൻ 1000 യുഗങ്ങൾ ക്രിസ്തുവിനോട് കൂടെ നിത്യ യുഗങ്ങൾ വാഴുക. അതാണ് അതിലേറെ ഭാഗ്യം മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവൻ ഒരുക്കം ആവശ്യമാണ് ക്രിസ്തയേശുവിനായി ജീവിക്കുക. വെളിപ്പാട് പുസ്തകം 20 നമ്മൾ വായിക്കുന്നത് അവൻ വലിയൊരു വെള്ള സിംഹാസനം വെച്ചു. ആമേ സ്തോത്രം. ഹാലിൽ എന്ത് ചെയ്തു? ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ ചുറ്റിലും വന്നു നിന്നു. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണം ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രം തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവരെ തങ്ങളുടെ മരണം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആമേ സ്തോത്രം. ഈ ഭൂമിയിൽ മരിക്കപ്പെട്ട സകലവരെയും ഈ ഭൂമി തിരിച്ചേൽപ്പിക്കും. ആമേ സമുദ്രം തങ്ങളിൽ വെള്ളത്തിൽ വീണ് മരിച്ചവരെ വെള്ളം തിരിച്ചു കൊടുക്കണം. ആമേ ഈ പ്രകൃതിയിൽ മരണമടയപ്പെട്ട ഏത് ആമേ സാഹചര്യത്തിലാണോ മരണപ്പെട്ടത് അവരെ ഈ ലോകം തിരിച്ചു കൊടുക്കണം. ആമേ ദഹിപ്പിച്ച ശവശരീരങ്ങളെ ആമേ ദഹിപ്പിച്ച് ചാരമാക്കി മാറിയെങ്കിൽ അത് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു കിടക്കുകയാണ്. അത് ഈ ഭൂമി തിരികെ കൊടുക്കുക. ആമേ മരിച്ചുപോയ ആബാലവൃദ്ധം ദുഷ്ടന്മാർ ആ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ പ്രായമല്ല, സ്ഥിതി. ചെറിയവർ തുടങ്ങി വലിയവർ വരെ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. ഹിമാലയ സാനുക്കളിലെ മഞ്ഞിനെ വെല്ലുന്ന വെണ്മയേറിയ ആ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ആരും ഇല്ല എന്നൊരു വാക്കില്ല. ആ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്കാനിംഗ് മെഷീന്റെ മുമ്പിൽ നിന്ന് സ്കാൻ ചെയ്യുന്നത് പോലെ ആ സിംഹാസനത്തിൽ നോക്കുമ്പോൾ തന്നെ ആമേ സ്തോത്രം തോമസ് കുട്ടി 60 വയസ്സ് അവൻ ചെയ്ത സകല പാപത്തിന്റെ ലിസ്റ്റും അവിടെ വെളിപ്പെട്ട് വരും. എന്താ വേദപുസ്തകം വായിക്കുന്നത്? യെശയ്യാവ് 65 6 വാക്യം എന്താ അവിടെ വായിക്കുന്നത്? പ്രവാചക ശബ്ദ സകലത് എന്റെ മുൻപാകെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് ആമേൻ യെശയ്യാവ് പ്രവാചക ശബ്ദം വിളിച്ചു പറയപ്പെടുന്നു. ഒന്ന് വായിക്കാമോ വാക്യം? അതെന്റെ മുൻപാകെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കുകയല്ല. ദൈവം പറയുകയാ, സ്നേഹിത, നീ ചെയ്യുന്ന സകലതും അവന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ദൈവം പറയുന്നു, ഞാൻ പകരം വീട്ടിയിട്ടല്ലാതെ ഞാൻ അടങ്ങുകയില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഭക്തന്മാർ തങ്ങൾ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വച്ചു കേട്ടു. അതിനെ അവന്റെ സന്നിധിയിൽ ഒരു സ്മരണാ പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകം. അതിനകത്ത് സകലതും എഴുതി വെച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതനുസരിച്ചാണ് ആമേൻ വിധി. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 14-17 വായിക്കുന്നത് മനുഷ്യന്റെ പാപം ദൈവം മുദ്രയിട്ട് ഒരു സഞ്ചിയിലാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപം. ആമേൻ സ്തോത്രം. അതുകൊണ്ട് അവൻ 50-ാം സങ്കീർത്തനം 16 മുതൽ വായിക്കുമ്പോൾ സകലത് എന്റെ മുൻപാകെ അവൻ നിരത്തി വെക്കും, നിന്റെ മുൻപാകെ അവൻ നിരത്തി വെക്കും എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സഭാപ്രസംഗി 12-14 വായിക്കുമ്പോൾ എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക. എന്തിനാ? ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സകല ദൂതന്മാരെയും ന്യായം വിധിച്ച് ആമേൻ അഗ്നി നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ പ്രതിഫലം വാങ്ങി ആമേൻ നിത്യ യുഗങ്ങൾ ആത്മമണവാളനാകുന്ന ക്രിസ്തുവിനോട് ഒരു രാജ്ഞിമാരായി വാഴുക. പ്രത്യാശയോടെ ഈ കാലയളവിൽ ഒരുങ്ങുക. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വചനത്തിൽ ഞാൻ ഇവിടെ വിരാമം വിടുന്നു. കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.